ഹലോ, ഇന്ന് 13-ാം ദിവസം. വളരെ മോശം ദിവസമായിരുന്നു കേട്ടോ. ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാനൊരു ഉഷാറില്ലായ്മയായിരുന്നു. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്നിവിടെ എല്ലാവർക്കും ഗവൺമെൻറ് ലീവാണ്. സ്കൂൾസും കോളേജസും ഓഫീസസും ഒക്കെ മുടക്കാണ് കേട്ടോ. ആക്ച്വലി എനിക്കിന്ന് ക്ലാസ്സില്ലാത്ത കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ എണീറ്റിട്ട് ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ തീർന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ക്ലാസ്സില്ല എന്നുള്ള മെസ്സേജ് തന്നെ ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ പോയി കിടന്നുറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടുള്ള കുളിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഹോട്ട് ഓയിൽ ചെയ്ത് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പുറത്തൊക്കെ നല്ല മഴക്കാറാണ്. ഇന്നലത്തെ മഴയിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഏരിയയിൽ മാത്രം അങ്ങനെ വെള്ളം കയറാറില്ല. ഇവിടെ നല്ല ഫ്ലഡ് വന്ന സമയത്തും വെള്ളം അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത്ര പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബാക്കി പല സ്ഥലങ്ങളിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും എണ്ണത്തേപ്പ് തുടങ്ങിയല്ലോ. അപ്പോൾ പിള്ളേരും പിടിച്ചിരുത്തിയിട്ട് അവർക്കും തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇവരിങ്ങനെ കിട്ടുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ സമയമില്ലാത്തതാണ് മെയിൻ പ്രശ്നം. പുറത്ത് നല്ല ഗംഭീര മഴയാണ് കേട്ടോ. മഴയുടെ ശബ്ദം കാരണം ഉള്ളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ കേൾക്കാത്തൊരവസ്ഥയാണ്. എനിക്ക് സാധാരണ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഒരു കാര്യങ്ങളും ചെയ്യാനും ഒരു മൂഡുണ്ടാവില്ല കേട്ടോ. എനിക്കിപ്പോൾ കുക്കിംഗ് ആണെങ്കിലും പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിലും ഈവൻ എൻ്റെ കാര്യമാണെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവാറില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇന്നിപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതലും തോന്നുന്നത്. എൻ്റെ കാര്യങ്ങളെക്കാളും പിള്ളേരെ ഒരുക്കുക, പിള്ളേരെ കാര്യങ്ങൾ ചെയ്യുക, പിള്ളേരെ പഠിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കേട്ടോ എന്ന് തോന്നിയത്. കുക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റില്ല, മഴയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാനാണ് എനിക്ക് തോന്നിയത്. കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ എപ്പോഴും പറയായിരുന്നു, എനിക്ക് കുട്ടികൾ 3 വേണം, അതുപോലെ എനിക്ക് ഉണ്ടാവുന്ന 3 കുട്ടികളും പെൺകുട്ടികളാവണം കേട്ടോ എന്നൊക്കെ ഞാൻ പറയായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എനിക്ക് ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ എൻ്റെ കൂടെ ഒരുക്കി പിടിച്ചൊക്കെ കൂടെ കൊണ്ട് നടക്കാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞു, അതിൽ 2 അബോർഷൻ കഴിഞ്ഞു. എന്നിട്ടും ഞാൻ പറയും ഞാൻ 2 അല്ല 3 അല്ല 4 പെൺകുട്ടികളുണ്ടായാലും ഞാൻ നോക്കാൻ തയ്യാറാണ്. പെൺകുട്ടികൾ എപ്പോഴും ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ആ ഒരു സ്പേസും ആ ഒരു ഫ്രീഡം ആ ഒരു ഹാപ്പിനെസ്സൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അതിലേക്കൊക്കെ പിന്നെ കിടക്കാം. ഇപ്പോൾ ഇന്ന് അപ്പൂൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് അണ്ടി ഉണ്ടാകുന്ന കേട്ടോ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് ഇവിടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് നിന്നിട്ട് പട്ടുവിനെ പഠിപ്പിക്കാനിരുന്നു. ഹിന്ദിയാണ് കേട്ടോ പട്ടുവിനെ പഠിപ്പിക്കുന്നത്. പട്ടുവിന് ഹിന്ദി ഭയങ്കര ടഫാണ്. അങ്ങനെ കുറച്ച് നേരം പഠിപ്പിച്ചതിന് ശേഷം ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ഇന്ന് സ്പെഷ്യൽ നമുക്ക് ചീര ഉപ്പേരി ഉണ്ട്, അതുപോലെ മുട്ടയുണ്ട്, അതുപോലെ ഇന്നലെ നമ്മൾ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ലഞ്ച് കഴിച്ചു. പട്ടുവിനെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ലഞ്ചൊന്നും കഴിക്കാനേ പറ്റുന്നില്ല. വായുടെ ഉള്ളിൽ ഫുള്ളും ഇങ്ങനെ പൊട്ടലാണ് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അതിങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കാൻ കേട്ടോ, ഇറക്കാൻ പറ്റാണ്ട്. ചുണ്ടും അതിൻ്റെ ഇടയിൽ ഓരോ പീസ് എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറച്ചൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ആൾ കഴിക്കുന്നത്. അവൾക്കത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഒരാൾ കഴിക്കുന്നത് കാണുമ്പോഴെങ്കിലും അടുത്ത ആൾ കഴിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ്. എന്തായാലും മഴയ്ക്കല്ലേ, കുറച്ച് നേരം സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങിയിട്ടോ ഞങ്ങളെല്ലാവരും. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കോഫിയൊക്കെ കുടിച്ച് അമരൻ സിനിമ കാണാൻ വേണ്ടിയിട്ടിരുന്നു. കുറേ നാളായിട്ടോ ഞാൻ കാണണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടിരുന്ന് കാണണം, ഇടയിൽ ഗ്യാപ്പൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ദിവസം കാണാം. ബൈ.